ഹലോ ഹായ് വെൽക്കം ടു സൈഹൈ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഗവൺമെൻറ് ഓപ്പർച്യൂണിറ്റിയാണ്. അതും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ആക്ച്വലി ഒരു ഓപ്പർച്യൂണിറ്റി അല്ല, ഒരു കൂട്ടം ഓപ്പർച്യൂണിറ്റി എന്ന് പറയാം. 10th +2 സയൻസ് പഠിച്ചവർക്കും ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്കും അതുപോലെ ജോഗ്രഫി, ഹിസ്റ്ററി, അങ്ങനെ ഏത് സ്ട്രീം ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഏത് ഫീൽഡാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറേ പോസ്റ്റാണ്. ഒരു പോസ്റ്റല്ല, കുറേ ഒരു വൈഡ് വെറൈറ്റി ഓഫ് പോസ്റ്റാണ്. ഈ എക്സാംസും PSC ഗവൺമെൻറ് എക്സാംസും ഒക്കെ നോക്കി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി ഉള്ളൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടീസാണിത്. കോമൺ റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷൻ എന്നാണ് ഇതിനെ പറയാറ്. സോ CRE എന്ന് കാണാൻ പറ്റും. സോ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട്. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും അത് കിട്ടുക. സോ കോമൺ റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷൻ 2024, അതായത് നടക്കാൻ പോകുന്നത് ഏതാണ്ട് ഫെബ്രുവരിയിലായിരിക്കും ഇത് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. സോ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. നോട്ടിഫിക്കേഷൻ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട് ജാനുവരിയിൽ. 2025 7th ജാനുവരിയിൽ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ഇതുപോലുള്ള എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു അപ്ലൈ ഫോർ ദിസ്. ഒരു ചെറിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫീ ഉണ്ട് ഇതിന്. അത് നമുക്ക് വഴിയെ പറയാവുന്നതാണ്. അതുമല്ല MBA സയൻസ് അല്ലെങ്കിൽ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡ്, അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ള ആൾക്കാർ, എഞ്ചിനീയറിംഗ് ഉള്ള ആൾക്കാർ, സിവിൽ, ഇലക്ട്രോണിക്സ്, പ്ലംബിങ്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ സ്കില്ലുണ്ടോ അതിന് പറ്റിയ എല്ലാ ഓപ്പർച്യൂണിറ്റി ഇവിടെ ആക്ച്വലി നൽകുന്നുണ്ട്. എയിംസ് ആണ് നൽകുന്നത്. സോ പ്രത്യേകിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ആവശ്യമില്ല എയിംസിനെ കുറിച്ചിട്ട്. ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസിൽ വരുന്നത് നമുക്കറിയാം. സോ ഡൽഹിയിലോട്ടാണ് റിക്രൂട്ട്മെൻറ്റ് പറയുന്നത്. അതുപോലെ വെറൈറ്റി സ്ഥലങ്ങൾക്കുള്ള റിക്രൂട്ട്മെൻറ്റ് പറയുന്നുണ്ട്. നമുക്ക് എക്സാമിനേഷനും ഉണ്ട് ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട്. സെൻട്രൽ ആൻഡ് ഗവൺമെൻറ് ബോഡി ഇൻസ്റ്റിറ്റ്യൂഷൻസിലോട്ടാണ് ആക്ച്വലി ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. സോ എയിംസ് ആൻഡ് സെൻട്രൽ അതർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് വേണ്ടിയിട്ടാണ് റിക്രൂട്ട്മെൻറ്റ്. സോ മെയിനായിട്ട് ഇവർ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ, ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആക്ച്വലി ഇതൊരു വലിയൊരു നോട്ടിഫിക്കേഷനാണ്, അഡ്വർടൈസ്മെൻറ്റും കൂടെയാണ്. 207 ആക്ച്വലി ഒരു പേജസ് ഉണ്ട് ഇതിൽ. നമുക്ക് അത്രയും പോകാനുള്ള ടൈം നമ്മൾ വയ്ക്കുന്നില്ല. സോ നമ്മളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. സോ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് കാര്യങ്ങളെന്ന് പറയുന്നത്, ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 31st ജാനുവരിയാണ്. സോ അധികം സമയമില്ല. സോ ഈ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നതോടെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയിൽ ആർക്കെങ്കിലും ഇത് ഉപകരിക്കുമെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഷെയർ ദിസ്. കാരണം ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റീന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് അറിയാതെ പോകുന്നവരും ഒരുപാട് പേരുണ്ട്. ഡേറ്റ് കഴിഞ്ഞിട്ടായിരിക്കും ഒരുപാട് പേര് അറിയുന്നത്, അയ്യോ ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അതും ഇത്രയും ഒരുപാട് ഓപ്പർച്യൂണിറ്റിയാണ്. ഏത് ഫീൽഡ് പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ 10th ഒക്കെയാണ്. ഡേറ്റ്സും കാര്യങ്ങളും നോക്കാം. ഓൺലൈൻ ആപ്ലിക്കേഷനാണ് ഇതിൻ്റെ മേജറായിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത്. കെയർഫുള്ളി ഓൺലൈൻ ആപ്ലിക്കേഷൻ നിങ്ങൾ ഫിൽ ചെയ്താൽ മാത്രമേ ഇത് അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം. ഓക്കെ. സോ ഇതിൽ ഡീറ്റെയിൽഡ് അഡ്വർടൈസ്മെൻറ്റും പോസ്റ്റ് ഗ്രൂപ്പും അതുപോലെ എലിജിബിലിറ്റി എല്ലാ കാര്യങ്ങളും ഇൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. അതുപോലെ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം കാര്യങ്ങളാണെങ്കിൽ അവരെന്തായാലും അത് വാലിഡായി എടുക്കില്ല എന്ന് എടുത്ത് പറയുന്നുണ്ട്. എക്സാമിനേഷൻ എന്ന് പറയുന്നത് എക്സാമിനേഷൻ ഉണ്ട്, അതുപോലെ സെലക്ഷൻ ഉണ്ട്. എയിംസ് ഡൽഹി വേണ്ടിയിട്ടാണ്. സോ ഇതൊരു കണ്ടക്റ്റിംഗ് ബോഡി എന്ന് പറയുന്നത്, എക്സാമിനേഷൻ കണ്ടക്റ്റിംഗ് ബോഡി എന്ന് പറയുന്നത് എയിംസ് ന്യൂ ഡൽഹി തന്നെയാണ്. അതുപോലെ അപ്പോയിൻമെൻറ്റ് വേണ്ടിയിട്ടും അതുപോലെ ഇവരുടെ ജോയിനിങ് ലെറ്റർ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഡിസിഷൻ കമ്മിറ്റി ഉണ്ടാവുന്നതായിരിക്കും. സോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവരെടുത്ത് പറയുന്നുണ്ട്. ദെൻ കൂടുതൽ പറയുകയാണെങ്കിൽ ഇത് ഓൾറെഡി ആപ്ലിക്കേഷൻ ഓൺഗോയിങ് ആണ്, നമുക്കറിയാം. അതുപോലെ തന്നെ അപ്കമ്മിങ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളും പറയുന്നുണ്ട്. 31st ജാനുവരി 2025 വരെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. സോ കൂടുതൽ അക്സെപ്റ്റൻസ് അപ്പിയറിംഗ് എക്സാമിനേഷൻ കാര്യങ്ങൾ, ഡേറ്റ് ഓഫ് സ്റ്റേറ്റസ് ഓർ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് February 11th വരെയാണ്. അതുപോലെ കറക്ഷൻസ് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 12th to 14th ഫെബ്രുവരി ആയിരിക്കും. അതേപോലെ അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് എക്സാം ഡേറ്റ്സിന് ഒരു 3 to 5 days മുന്നാന്ന് അവർ പറയുന്നുണ്ട്. ഇവിടെ എക്സാക്ട് ഡേറ്റ് പറയുന്നില്ല. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് 26th to 28th ഫെബ്രുവരിനുള്ളിൽ എന്നും ആവാം അവർ പറയുന്നുണ്ട്. സിലബസും കാര്യങ്ങളും ഡീറ്റെയിൽ ആയി കൊടുത്തിട്ട് നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കും. ചില പോസ്റ്റിന് മാത്രമേ സ്കിൽ ടെസ്റ്റ് ഉള്ളൂ കേട്ടോ, എല്ലാ പോസ്റ്റിനും ഇല്ല. സോ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അതുപോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടൻറ്റ്. ഈ നോട്ടിഫിക്കേഷനിൽ, അതായത് അഡ്വർടൈസ്മെൻറ്റിൽ എത്രമാത്രം കണ്ടൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് ഓൾറെഡി അവർ പറയുന്നുണ്ട്. ഡേറ്റ്സും അതുപോലെ
ഏജ് റിലാക്സേഷൻ ആപ്ലിക്കേഷൻ, സർട്ടിഫിക്കറ്റ്സ് കാര്യം, കാറ്റഗറി എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ്, റൂൾസ് റെഗുലേഷൻസ്, എക്സാം ഫീസ്, അങ്ങനെ ഒരുപാട് റെഗുലേഷൻസും എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻ അനക്ഷറും ഉണ്ട്. ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാവുന്നതാണ്. സോ ഒരുപാട് നീട്ടിപ്പോകുന്നില്ല. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ലിസ്റ്റ് ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ് ഗവൺമെൻറ് ബോഡീസ് ഏതൊക്കെയാണെന്ന് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നതോടെ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മെയിൽ ഐ ഡിയും കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ആപ്ലിക്കേഷൻ പ്രോസസ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓൺലൈൻ മോഡാണെന്ന് പറഞ്ഞു. സോ അതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഫോമിൽ തന്നെ ഉണ്ട്. നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീഡയറക്റ്റ് ആയി പോകുന്നതായിരിക്കും. അതുപോലെ കാറ്റഗറി, ഡിഫറെൻറ്റ് കാറ്റഗറീൻ്റെ ഏജ് റിലാക്സേഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഓരോരോ കാറ്റഗറിയും പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണെങ്കിലും, അല്ലെങ്കിൽ കാശ്മീർ, അങ്ങനെ ഓരോ ഡിഫറെൻറ്റ് പ്ലേസസിലുള്ളവർക്കാണെങ്കിലും, ആംഡ് ഫോഴ്സസ് പീപ്പിൾ അങ്ങനത്തെയൊക്കെ ആണെങ്കിലും അതിനനുസരിച്ചിട്ട് ഏജ് റിലാക്സേഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഫീസിനാണ് ഇവിടെ കൂടുതലായിട്ട് പറയേണ്ടത്. വളരെ കൂടുതലാണ്. അതായത് ജനറൽ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 3000 റുപ്പീസാണ് ഫീസായിട്ട് വരുന്നത്. SC ST കാൻഡിഡേറ്റ്സ് ആൻഡ് EWS, അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണെങ്കിൽ 2400 റുപ്പീസ്, അതായത് 3000, 4500 ആ ഒരു റേഞ്ചാണ് എക്സാം ഫീസ് കാര്യങ്ങൾ വരുന്നത്. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആണെങ്കിൽ ഫീസ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഈ SC ST, അതുപോലെ തന്നെ EWS കാറ്റഗറി ആണെങ്കിൽ അവർക്ക് എക്സാം കഴിഞ്ഞതിന് ശേഷം, എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം, റിസൾട്ടും ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഈ ഫീ റീഎംബസ് ആവുന്നതാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ വേറെ കാറ്റഗറീസിക്കൊന്നും റീഫണ്ട് തരില്ല എന്നും അവരുടെ അടുത്ത് പറയുന്നുണ്ട്. സോ അതാണ് ഇവിടെ ഒരു മേജർ പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം ആ ഫീസിൻ്റെ എമൗണ്ട് ഭയങ്കര കൂടുതലാണ് ഏതൊരു ഗവൺമെൻറ് എക്സാമിനേക്കാളും. അതുപോലെ ഡേറ്റും സെൻറ്റർ ഓഫ് എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ ഫെബ്രുവരി ടൈമിൽ. അതുപോലെ CBT മോഡാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ഇവിടെ പറയുന്നത്. ആൻഡ് 26 ഫെബ്രുവരി 28 ഫെബ്രുവരിനകത്തായിരിക്കും മോസ്റ്റ് പ്രോബ്ലി എക്സാംസ് വരിക എന്ന് പറയുന്നുണ്ട്. അതേപോലെ അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത് ബിഫോർ 3 ഡേയ്സിനുള്ള അകത്ത് വരുന്നതാണ് പറയുന്നത്. എക്സാം ഡേറ്റ് 3 ദിവസം മുന്നേ വരുന്നതാണ് പറയുന്നത്. 7 ദിവസം മുന്നേ ഏത് സിറ്റിംഗ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. സെപ്പറേറ്റ് അഡ്മിറ്റ് കാർഡൊന്നും നമുക്ക് ഇഷ്യൂ ചെയ്തിട്ട് നമ്മുടെ മെയിൽ, അതായത് വീട്ട് അഡ്രസ്സിലോട്ടൊന്നും വരില്ല. നമ്മൾ സൈറ്റിൽ കയറിയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് സ്കിൽ ടെസ്റ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏതാണോ പോസ്റ്റ് അതിനനുസരിച്ച് സ്കിൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ട് അഡ്മിറ്റ് കാർഡ് തരുന്നതായിരിക്കും. അല്ലാതെ CBT മോഡിലുള്ള എക്സാമിനുള്ളതും സ്കിൽ ടെസ്റ്റിനും സെയിം അഡ്മിറ്റ് കാർഡല്ല, ഡിഫറെൻറ്റ് അഡ്മിറ്റ് കാർഡാണെന്ന് ഒരിടത്ത് പറയുന്നുണ്ട്. അതിനുള്ള ലിങ്ക് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട്. അതുപോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 100 MCQ ആയിരിക്കും ഉണ്ടാവുക. അതിൽ 400 മാർക്സാണ് ടോട്ടലായിട്ട് വരിക. ഒരു ക്വസ്റ്റ്യന് 4 മാർക്കായിട്ടും, അതുപോലെ 25 MCQ കാര്യങ്ങളായിരിക്കും. ജനറൽ ആപ്റ്റിറ്റ്യൂഡും അതുപോലെ കമ്പ്യൂട്ടർ നോളജും 75 MCQ നോക്കുകയാണെങ്കിൽ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഏത് ഡൊമൈൻസാണ് നിങ്ങളുടെ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് ഏതാണോ അതിനനുസരിച്ചിട്ടായിരിക്കും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടും എക്സ്പീരിയൻസ് വെച്ചിട്ടും നിങ്ങൾക്ക് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാം. സോ നിങ്ങൾ എപ്പോഴും പോസ്റ്റ് കൊടുക്കുന്ന സമയത്ത് കോഡും കാര്യങ്ങളും നിങ്ങളുടെ സിലബസ് എല്ലാം നോക്കിയിട്ട് മാത്രം കൊടുക്കുക. പിന്നെ അത് പർട്ടിക്കുലർ ആയിട്ടുള്ള കാറ്റഗറി ഏതാണോ അതിൻ്റെ വേക്കൻസി നമ്പർ നോക്കിയിട്ട് മാത്രം കൊടുക്കാൻ നോക്കുക. അതുപോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോ സ്പെസിഫിക് ആയിട്ടുള്ള ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓരോരോ ക്വസ്റ്റിനും അതിനനുസരിച്ചിട്ട് ടൈം ഡ്യൂറേഷനും കാര്യങ്ങളും ഉണ്ടാകുന്നതാണ് എടുത്ത് പറയുന്നുണ്ട്. സോ ഇതുപോലുള്ള ഇൻഫർമേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചിട്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളുമായിട്ട് പറയുന്നുണ്ട്, കമ്പ്യൂട്ടർ മോഡ് ആയതുകൊണ്ട്. ഓക്കെ, പിന്നെ 10th +2കാർക്കാണെങ്കിലും ഹിന്ദി, ഇംഗ്ലീഷ് എന്നൊരു ലാംഗ്വേജ് പേപ്പർ സെലക്ട് ചെയ്യാൻ പറ്റും. അതിലേതാണ് നിങ്ങൾ കംഫർട്ടബിൾ നിങ്ങൾക്ക് അതിൽ ചെയ്യാവുന്നതാണ്, എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാകുന്നതായിരിക്കും. 1/4 നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇതിന് ക്വാളിഫിക്കേഷൻ മാർക്ക് ഡിഫറെൻറ്റ് കാറ്റഗറീസിന് ഡിഫറെൻ്റ് ആയിരിക്കും. ക്വാളിഫൈ മാർക്ക് ഫോർ അൺറിസർവ്ഡ് കാറ്റഗറി ആൻഡ് EWS ആണെങ്കിൽ 40%, 35% ഫോർ OBC ആൻഡ് 30% ഫോർ SC ST എന്ന് പറയുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ മാർക്ക് PWD ആണെങ്കിൽ 30% തന്നെയാണ്. ബട്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ദ കാറ്റഗറി ക്വാളിഫൈയിങ് മാർക്സ് വിൽ ബി 30% പറയുന്നുണ്ട്. ദെൻ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് അതെ പോസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങളെടുക്കുന്ന ഓരോ പോസ്റ്റിനും സിലബസ് പറയുന്നുണ്ട്. അസിസ്റ്റൻസ് ആണെങ്കിൽ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ഡയറ്റീഷ്യൻ ആയിട്ട് വരുന്നത്, കാരണം എയിംസ് ആണല്ലോ മെഡിക്കൽ ഫീൽഡായിട്ട്. പിന്നെ അല്ലാതെയും കുറേ കോമൺ ആയിട്ടുള്ള പോസ്റ്റുകളുണ്ട്. അസിസ്റ്റൻറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജൂനിയേഴ്സൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കോമൺ ആയിട്ടുള്ള എക്സാംസിന് വേണ്ടിയിട്ടുള്ളത് പറയുന്നുണ്ട്. അതുപോലെ ഡാറ്റ എൻട്രി കാര്യങ്ങളായിട്ട് വരികയാണെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും. സിവിൽ എഞ്ചിനീയേഴ്സിനാണെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള പറയുന്നുണ്ട്. എഞ്ചിനീയേഴ്സ് ഉണ്ട്, മാനിഫോൾഡ് ടെക്നീഷ്യൻസ് ഉണ്ട്, ഇലക്ട്രീഷ്യൻസ് ഉണ്ട്, സ്റ്റോർ കീപ്പേഴ്സ് ഉണ്ട്, ഫാർമസിസ്റ്റ് ഉണ്ട്,
ജൂനിയർ മെഡിക്കൽ റെക്കോർഡിംഗ് ഓഫീസേഴ്സ് ഉണ്ട്, CCD അസിസ്റ്റൻറ്റ് ഗ്രേഡ് ലാബ് ടെക്നീഷ്യൻ, ലാബ് അസിസ്റ്റൻസ്, അങ്ങനെ ഒരുപാട് വേക്കൻസിയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. സോ അതിലൊക്കെ ബേസിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ചിലതൊന്നും എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല. ഡെൻ്റൽ ഉണ്ട്, ജൂനിയർ, ദെൻ റെസ്പിറേറ്ററി ലബോറട്ടറി അസിസ്റ്റൻറ്റ് ടെക്നീഷ്യൻസ്, അങ്ങനെ ഒരുപാട് ഒരു കൂട്ടം തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, ഇത് ഡിഫറെൻറ്റ് വെറൈറ്റിയിലുള്ള വേക്കൻസിയാണ്. ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, സോഷ്യൽ വർക്കേഴ്സായിട്ടുണ്ട്, റീഹാബിലിറ്റേഷൻ ഉണ്ട്, ഫാർമസിസ്റ്റ്, എംബ്രിയോളജിസ്റ്റ്, അങ്ങനെ ഒരുപാടാണ് വേക്കൻസി ഉള്ളത്. സോ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ തന്നെ മനസ്സിലായി ഇത്രമാത്രം വേക്കൻസിയാണ് ഇവിടെ കൊടുത്തിരിക്കണമെന്ന്. പ്ലംബർ, ടൈലർ ഗ്രേഡ് 3 എന്ന് പറഞ്ഞിട്ട്, ഡെപ്യൂട്ടി ജനറൽ മാനേജർ, എയ്ഡ്സ് എഡ്യൂക്കേറ്റർ കം കൗൺസിലിംഗ് നേഴ്സ് ഓഫീസർ ആയിട്ടുണ്ട്, വർക്ക്ഷോപ്പ് അസിസ്റ്റൻ്റ് ആയിട്ടുണ്ട്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ക്വാളിറ്റി കൺട്രോൾ മാനേജർ, അങ്ങനെ ഒരുപാട് വേക്കൻസിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക. സോ അതുപോലെ തന്നെ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് വേറെ പോസ്റ്റ് നമുക്ക് നോക്കാവുന്നതാണ്. അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ക്വാളിഫിക്കേഷൻ അവർ സ്പെഷ്യലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് ഡയറ്റീഷ്യൻ ആണെങ്കിൽ അതിന് MSc ഗ്രാജുവേറ്റ്സും 2 years എക്സ്പീരിയൻസ് ഇൻ ഹോസ്പിറ്റൽ ഒരു ഇത് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് ഡയറ്റീഷ്യൻ ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് പറയുന്നത്. അതിൻ്റെ ഏജ് ലിമിറ്റേഷൻ പറയുന്നുണ്ട്. പേ സ്കെയിലും അവരുടെ അടുത്ത് പറയുന്നുണ്ട്. 6 to 7, 8 റേഞ്ചൊക്കെയാണ് അസിസ്റ്റൻറ്റ് ഡയറ്റീഷ്യനുള്ള വരുന്നത്. സോ ഡിഫറെൻറ്റ് ഹോസ്പിറ്റലിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ലെവലാണ് അവർ ചോദിക്കുന്നത്. നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ. സോ പോസ്റ്റിന് ഡയറ്റീഷ്യൻ, അപ്പോൾ ഓരോരോ പോസ്റ്റിന് അസിസ്റ്റൻ്റ് ആയിട്ടാണെങ്കിൽ അസിസ്റ്റൻസിന് ഡിഫറെൻറ്റ് പോസ്റ്റായിട്ടും പേ സ്കെയിലും എക്സ്പീരിയൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡാറ്റ എൻട്രി ജോബ്സ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഗവൺമെൻറ് ജോബ്സ് ആണ്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസൊക്കെ വളരെ റെയറായിട്ട് കിട്ടാറുള്ള ഒരു ബൾക്ക് ഒരു മാസമായിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടീസാണ് ആക്ച്വലി ഈ പുറത്ത് വിട്ടിരിക്കുന്നത് എയിംസ്. അതുപോലെ അപ്പർ ക്ലർക്ക്, ലോവർ ക്ലർക്ക്, എഞ്ചിനീയറിംഗ് സ്റ്റാഫ്സ്, സിവിൽ, ജൂനിയർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രീഷ്യൻസ്, ദെൻ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, അങ്ങനെ ഒരുപാട് പോസ്റ്റാണ് കേട്ടോ. സോ ഇതൊക്കെ ഞാൻ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകാൻ കാരണം ഒരുപാട് ഇതിലിങ്ങനെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങളെ പോസ്റ്റ് ചെയ്താണോ ജസ്റ്റ് ഒന്ന് ഈ PDF ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ പർട്ടിക്കുലറായിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, സെർച്ച് ടൂൾ വെച്ചിട്ട്. സോ നിങ്ങൾക്ക് ഒരു കീവേഡായിട്ടോ അല്ലെങ്കിൽ മൈക്രോബയോളജി, ലൈഫ് സയൻസ്, അല്ലെങ്കിൽ നിങ്ങൾ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എഞ്ചിനീയർ, അല്ലെങ്കിൽ BDS ആണെങ്കിൽ BDS, അങ്ങനെ ഒരു കീവേഡ്സ് കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹൈലൈറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. ഒരുപാടാണ് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരുപാട് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. സ്റ്റോർ കീപ്പറായിട്ടും ജൂനിയർ അക്കൗണ്ടൻ്റായിട്ടും അങ്ങനെ ഒരുപാട് പോസ്റ്റാണ്, പറയാതിരിക്കാൻ പറ്റും, ഒരുപാട് പോസ്റ്റാണ്. ലാബ് അസിസ്റ്റൻസ്, അങ്ങനെ റീസെൻ്റായിട്ട് പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസ് മസ്റ്റ് അപ്ലൈ. ഈവൻ ദോ ചിലതിലൊന്നും ഇത് ചോദിക്കുന്നില്ല, എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല. സോ ചിലതിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ചില പോസ്റ്റൊക്കെ വളരെ എന്താ പറയുക, എക്സ്പീരിയൻസ് പോലും ചോദിക്കാതെ സിമ്പിളായിട്ടുള്ള ചോദിച്ചിട്ടുള്ള പോസ്റ്റുകളുണ്ട്. സോ ഒരുപാട് പേർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പേര് ജോബ് സീക്കേഴ്സായിട്ട് നടക്കാറുണ്ട് നമ്മുടെ കേരളത്തിലും. അതുപോലെ കേരളത്തിലും അവിടെ ഒരു വേക്കൻസി ഉണ്ട് കേട്ടോ. ഒരു വേക്കൻസി അല്ല, ഒരുപാട് വേക്കൻസി ഉണ്ട്. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷനിൽ ജൂനിയർ റേഡിയോഗ്രാഫറായിട്ടും അങ്ങനെ ഒരുപാട് പോസ്റ്റാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. ഈവൻ +2, 10th പാസ്സായവർക്കും ഈ ഇതിനൊക്കെ അപ്ലൈ ചെയ്യാം. ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യയിൽ ഇത് വരുന്നുണ്ട്, റിക്രൂട്ട്മെൻറ്റ് വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ഇൻഫോർമേഷൻസ്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. കാരണം ഞാൻ ഇത് സ്കിപ്പ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതൊക്കെ കാറ്റഗറിക്ക് അനുസരിച്ചിട്ട് അവർ ഇത്ര കാറ്റഗറിക്ക് എത്ര വേക്കൻസി ഉണ്ട് ഈച്ച് പോസ്റ്റ് കൊടുത്തിട്ടുമുണ്ട്. സോ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഇതിൽ തന്നെ ഉണ്ട്. അഥവാ നിങ്ങൾക്ക് ഇനി കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഇൻഫോർമേഷൻസ് ബുള്ളറ്റിനിൽ കൊടുത്തിട്ടുണ്ട്. കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കൂടുതലും. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്താൽ, നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ നമ്മളും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇതുപോലുള്ള ഇൻഫർമേഷൻസ് വളരെ വാല്യുബിളാണ്. ഇതുപോലെ ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, വൈകാതെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.